തൻ്റെ ബലമുള്ള കരങ്ങളാൽ ആകാശത്തെ വിരിക്കുകയും ആകാശത്തിൽ നക്ഷത്രങ്ങളെ വാരി വിതറുകയും ചെയ്ത നമ്മുടെ സ്രഷ്ടാവും സർവവല്ലഭനുമായ ത്രിയേക ദൈവത്തിന് സ്തോത്രം, സ്തുതി, മഹത്വം ഞാൻ അർപ്പിക്കുന്നു. ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസീദാസന്മാർക്കും മാതാപിതാക്കൾക്കും ദൈവജനത്തിനും ക്രിസ്തുവേശുവിൽ വന്ദനങ്ങൾ. ഒരുമിച്ച് നൽകപ്പെടുന്ന ആത്മീയ സംഗമത്തിനായി, കൂട്ടായ്മയ്ക്കായി അവിടുത്തേക്ക് സ്തോത്രം. ഇന്ന് രാത്രി നമുക്കൊരുമിച്ച് എബ്രായ ലേഖന പഠനത്തിനായി പിന്നെയും കൂടി വരുവാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്തല്ലോ. ആയതിനായി ദൈവത്തെ വാഴ്ത്തുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. അവിടെവിടങ്ങളിൽ കർത്താവ് നമ്മെ കാക്കട്ടെ. യാത്ര ചെയ്യുന്നവരെ ദൈവം വിശേഷാൽ പരിപാലിക്കട്ടെ. രോഗികൾക്ക് സൗഖ്യം ദൈവം കൽപ്പിക്കട്ടെ. നമ്മുടെ അഡ്മിഷൻ ആവശ്യമുള്ള കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിച്ച് ബുദ്ധിമുട്ടുകൾ കൂടാതെ ദൈവഹിതപ്രകാരമുള്ള സ്ഥാപനങ്ങളിലും അതുപോലെ കോഴ്സുകൾക്കും വിഷയങ്ങൾക്കുമൊക്കെ പ്രവേശനം നൽകി അനുഗ്രഹിക്കട്ടെ. ഭാവി വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവർ നമ്മുടെ മധ്യമുണ്ട്. ദൈവം അവർക്കും ആലോചന നൽകി വഴി നടത്തട്ടെ എന്ന് കർത്താവിനോട് ആഗ്രഹിക്കുന്നു. നമ്മുടെ വാർദ്ധക്യ മാതാപിതാക്കൾക്ക് ആയുസ്സുള്ളിടത്തോളം ദൈവം ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. വിഷയങ്ങളെയൊക്കെ നാം പ്രാർത്ഥനയിൽ ഓർക്കുമല്ലോ. ജോലിയില്ലാതിരിക്കുന്നവർക്ക് ഉപജീവന മാർഗങ്ങളെ കർത്താവ് തുറന്നു കൊടുക്കട്ടെ. ജോലി ചെയ്യുന്നവരെ യോസെഫിനെയും ദാനിയേലിനെയും ഒക്കെ കർത്താവ് മാനിച്ചതുപോലെ ഉയർത്തി മാനിക്കുമാറാകട്ടെ. എല്ലാറ്റിനായും ദൈവത്തിന് സ്തോത്രം. നാം ഒരുമിച്ച് തിരുവെഴുത്തുകളിലേക്ക് തിരിയുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യമാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ചിന്താവിഷയം. ഒരിക്കൽ കൂടെ നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഹീബ്രൂസ് 2:10. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. യേശുക്രിസ്തുവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് പിതാവായ ദൈവത്തിന് യുക്തമായിരുന്നു. പിതാവായ ദൈവത്തിന് സമ്മതമായിരുന്നു, പ്രസാദകരമായിരുന്നു. പിതാവായ ദൈവത്തിന് ഏറ്റവും നല്ലതായിട്ടും ഏറ്റവും കൃത്യമായിട്ടും തോന്നി എന്നാണ് നാം കാണുന്നത്. അതിൻ്റെ പലവിധമായ വശങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. അതിൽ ഇന്നലെ നാം ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയത് എന്തുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളും ക്രൂശുമരണവും ദൈവത്തിന് യുക്തമായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ചിന്താവിഷയം. അതിലൊരു കാര്യം നമ്മൾ എടുത്ത് പറയുകയും ചെയ്തു. സ്തോത്രം. ആ പറഞ്ഞതിൽ ദൈവത്തിൻ്റെ പ്രകൃതം, the very nature of God is displayed in the sufferings and crucifixion of the Messiah. മശിഹയുടെ അല്ലെങ്കിൽ നമ്മുടെ രക്ഷാനായകനായ തേജസ്സിൻ്റെ കർത്താവായ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളിലും ക്രൂശുമരണത്തിലും കൂടെ ദൈവത്തിൻ്റെ സ്വഭാവവും പ്രകൃതവും
പ്രകടമാകുന്നു, വെളിപ്പെടുന്നു എന്നുള്ളതിനാൽ അത് ദൈവത്തിന് യുക്തമായിരുന്നു. ആ വിഷയം നമ്മൾ പഠിച്ചപ്പോൾ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ക്രൂശ് എന്നതും ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നതും യഹൂദന്മാർക്ക് ഒരു ഇടർച്ചയായിരുന്നു. അതിനെ ഒഫൻസ് ഓഫ് ദ ക്രോസ്, ക്രൂശിന്റെ ഇടർച്ച എന്നാണ് പൊതുവെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത് യേശുക്രിസ്തു അനേകർക്കും ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്, ഇടർച്ചക്കല്ലാണ്. പത്രോസും പറയുന്നുണ്ടത്. ജീസസ് ഈസ് പ്രസന്റഡ് ആസ് എ റോക്ക്. വേദപുസ്തകം യേശുവിനെ ഒരു പാറയോട് ഉപമിക്കുന്നുണ്ട്. There are 300+ titles used for Jesus in the Bible. യേശുക്രിസ്തുവിനെ പരാമർശിക്കുവാൻ 300-ൽ പരം ശീർഷകങ്ങളോ പേരുകളോ ഉപയോഗിക്കുന്നുണ്ട്. 300-ൽ പരം. അതിൽ കുറേയേറെ നമുക്ക് എബ്രായ ലേഖനത്തിൽ കാണാം. അതിലൊന്നാണ് പാറയായ ക്രിസ്തു. ആ പാറ എന്ന നിലയിലും നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ പല തരത്തിൽ നമുക്ക് കാണാം. സ്തോത്രം. റോക്ക് ഓഫ് ഏജസ്, യുഗങ്ങളുടെ പാറ, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാ. ദ ക്ലെഫ്റ്റ് റോക്ക്, പിളർക്കപ്പെട്ട പാറ. ദ റോക്ക് ദാറ്റ് ഫോളോഡ് ഇസ്രായേൽ, ഇസ്രായേലിനെ അനുഗമിച്ച പാറ. കൈതൊടാതെ പറഞ്ഞു വന്ന കല്ല്. ദ സ്റ്റോൺ ദാറ്റ് വാസ് plucked without any human hands, as per Daniel 2. അങ്ങനെ യേശുക്രിസ്തുവിനെ പല തരത്തിൽ പാറ, കല്ല്, റോക്ക് എന്ന നിലയിൽ കാണുന്നുണ്ട്. അതിൽ ഒരു പ്രയോഗമാണ് ജീസസ് ഈസ് എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ഫോർ മെനി. യേശുക്രിസ്തു പലർക്കും ഒരു ഇടർച്ചക്കല്ലാണ്. ഇടർച്ചക്കൽ, forgotten, despised stone or rock, ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രയോഗങ്ങൾ ഉള്ളപ്പോൾ തന്നെ യേശുക്രിസ്തു അനേകർക്കും ഇടർച്ചക്കല്ലാണ്, എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. യേശുക്രിസ്തു ഇടർച്ചക്കല്ലായത് പ്രധാനമായും തൻ്റെ ക്രൂശീകരണം കൊണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണമാണ് യേശുക്രിസ്തുവിനെ യഹൂദന്മാർക്ക് ഇടർച്ചക്കല്ലാക്കി തീർത്തത്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ 2-3 പ്രാവശ്യം ആ കാര്യങ്ങൾ കാണുകയുണ്ടായി. അതുകൊണ്ടാണ് 23-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, യഹൂദന്മാർക്ക് ഇടർച്ചയും യവനന്മാർക്ക് ഭോഷത്വവുമായ ക്രിസ്തുവിനെ തന്നെ. യഹൂദന് യേശു ഇടർച്ചയ്ക്ക് പ്രധാന കാരണം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ്, അല്ലെങ്കിൽ ക്രൂശ്. അതായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്. എബ്രായർ 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ വളരെ കൊച്ചു കാര്യം
പറയുമ്പോൾ തന്നെ നമ്മോട് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിന്റെ ഇടർച്ച നീക്കിക്കളയേണ്ടതിന് അപ്പോസ്തലൻ അവിടെ ദുരുപദേശത്തെ ഖണ്ഡിക്കുന്നതായിട്ടാണ്. ഇന്നലത്തെ നമ്മുടെ റെക്കോർഡിങ് കേട്ടതിന് ശേഷം നിരന്തരം നമ്മളെ കേൾക്കാറുള്ള ഒരു കർത്താവിന്റെ ദാസൻ ഒരു ചെറിയ സംശയം ആ വിഷയത്തിൽ ചോദിച്ചു. യേശുക്രിസ്തുവിന്റെ ക്രൂശ് യഹൂദന്മാർക്ക് ഇടർച്ചയാണ്. അതുപോലെ പെന്തക്കോസ്ത് സഭകളിലും കുരിശിന്റെ അടയാളം അത് ഒരു ഇടർച്ചയല്ലേ എന്ന് അദ്ദേഹം ആയിരിക്കുന്ന സഭയിലും ഗവൺമെന്റിന്റെ പെർമിഷനുമൊക്കെ വേണ്ടിയിട്ട് കുരിശ് അടയാളമായിട്ട് വെച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്. പല പെന്തക്കോസ്ത് സഭകളിലും സഭാ ഹാളുകളുടെയും മുൻപിലോ മുകളിലോ ഒക്കെ കുരിശ് അടയാളമായിട്ട് വയ്ക്കാറുണ്ട്. ചിലയിടത്ത് അത് ഗവൺമെന്റിന്റെ ഓർഡറാണ്, ചിലയിടത്ത് അത് ഒരു പബ്ലിക് നോമാണ്. സമൂഹത്തിൽ അങ്ങനെ ഒരു വയ്പുണ്ട്. പള്ളിയാണെന്ന് എങ്ങനെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും? അതിനുവേണ്ടി കുരിശ് വയ്ക്കാറുണ്ട്. പിന്നെ മിക്ക പെന്തക്കോസ്ത സഭകളുടെയും എംബ്ലത്തിൽ കുരിശുണ്ട്. നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പണ്ട് ചോദ്യോത്തര വേളയിൽ കൈകാര്യം ചെയ്തതാണ്. എന്നാൽ ഈ വിഷയം ഇപ്പോൾ ഇങ്ങനെ പുതുതായിട്ട് ഫ്രഷായിട്ട് വന്നതുകൊണ്ട് ഒന്നും കൂടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു വിശദീകരണത്തിലേക്കല്ല പോകുന്നത്. ഇപ്പോൾ പെന്തക്കോസ്ത് സഭകൾക്ക് കുരിശ് എന്ന് പറയുന്നത് ഒരു ഇടർച്ചയല്ലേ? ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ല എന്ന് പറയുന്നതിനേക്കാൾ പെന്തക്കോസ്ത് സഭകൾക്ക് കുരിശടയാളം ഒരു ഇടർച്ചയാണെന്ന് പറയുന്നത് തന്നെയാണ് ശരി. വേറുപെട്ട സഭകൾ കുരിശു വരയ്ക്കാറില്ല. കുരിശു വരയ്ക്കുന്നതും ചില വിഭാഗക്കാർ നെറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ തലയിൽ നിന്ന് കീഴോട്ട് നെഞ്ചത്തേക്ക് വന്ന് പിന്നെ ഇടത്തേക്കും പിന്നെ വലത്തേക്കുമാണ്. വേറെ ചിലർ മുകളിൽ നിന്ന് താഴേക്ക് വന്ന വലത്തേക്കും പിന്നെ ഇടത്തേക്കുമാണ്. ഈ രണ്ട് രീതിയിൽ കുരിശ് വരയ്ക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട്. സ്വർഗത്തിൽ നിന്ന് താണഭൂമിയിലേക്ക് വന്ന് ഇടതിൻ്റെ ആൾക്കാരായിരുന്ന, ഇടത് രാഷ്ട്രീയമല്ല കേട്ടോ, മഹത്വത്തിന്റെ അല്ലെങ്കിൽ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവ് ഇടത്തും വലത്തുമായിട്ട് മനുഷ്യരെ തിരിക്കുമെന്ന് പറയുന്നു. അതിൽ ഇടത്ത് ആയിരുന്ന നമ്മെ വലത്തിന്റെ ആൾക്കാരാക്കി തീർത്ത യേശുക്രിസ്തുവിനെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുരിശടയാളം, കുരിശു വരയ്ക്കുന്നത്. അപ്പം ഇതും നമ്മൾ ചെയ്യാറില്ല പെന്തക്കോസ്ത് സഭകൾ. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ കുരിശ് നമ്മൾ വരയ്ക്കാറില്ല. കുരിശ് നമ്മുടെ ആരാധനാലയങ്ങളിൽ, പ്രാർത്ഥനാലയങ്ങളിൽ പൊതുവെ വയ്ക്കാറില്ല. ഉണ്ടെങ്കിൽ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയുള്ള രാഷ്ട്രീയമോ അല്ലെങ്കിൽ നിയമപരമോ ആയ
ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യാറുള്ളത്. അതുപോലും അങ്ങനെ പോലും ചെയ്യുന്നത് ചിലർക്ക് ഇടർച്ചയാണ്. ഞാൻ ഈ പറഞ്ഞ ദൈവദാസൻ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സഭയിലും ഈ പറഞ്ഞതുപോലെ പെർമിഷൻ സഭ എന്ന നിലയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുരിശിന്റെ ഒരു അടയാളം ചർച്ചിന്റെ അകത്തോ പുറത്തോ എന്ന് എനിക്കറിയില്ല, വെച്ചിട്ടുണ്ട്. ചർച്ചിൽ വന്ന ഒരാൾക്ക് അതൊരു ഇടർച്ചയായതിനു ശേഷം ഇത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് സഭ വിട്ടുപോയി. അങ്ങനത്തെ ഒരു സ്ഥിതിയിലിരിക്കുമ്പോഴാണ് ഇന്നലത്തെ നമ്മുടെ സന്ദേശം അദ്ദേഹം കേൾക്കുന്നത്. യഹൂദന് കുരിശിന്റെ ഇടർച്ച, എന്നാൽ ആ ഇടർച്ച മാറ്റുവാൻ വേണ്ടിയിട്ട് ഇവിടെ അപ്പോസ്തലൻ യേശുക്രിസ്തുവിന്റെ ക്രൂശ് ദൈവത്തിന് യുക്തമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എങ്കിൽ ഈ പെന്തക്കോസ്തുകാർക്ക് ഈ ക്രൂശ് ഒരു ഒഫൻസായിട്ട്, ഒരു ഇടർച്ചയായിട്ട് വരുന്നതിനെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം, അതിനെപ്പറ്റിയുള്ള വേദപുസ്തകത്തിന്റെ വീക്ഷണം എന്ത് എന്ന് ഇന്ന് വിശദമാക്കാമോ എന്ന് ചോദിച്ചതുകൊണ്ട് അതേക്കുറിച്ച് 2 വാക്ക് ഞാൻ പറയുകയാണ്. 2 വാക്കെന്ന് പറഞ്ഞാൽ 2 വാക്കല്ല കേട്ടോ, അത് 2 വാക്കിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ഒരു ചുരുക്കത്തിൽ ചില കാര്യങ്ങൾ പറയാനാണ്. അതില് യേശു കർത്താവും നമ്മളോട് പറഞ്ഞു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ, മത്തായി 16-ാം അധ്യായത്തിന്റെ 24 മുതൽക്കുള്ള വാക്യങ്ങളിൽ ശിഷ്യത്വത്തിന്റെ കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അബൌട്ട് ഡിസൈപ്പിൾഷിപ്പ്, ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ്. അവിടെ യേശു കർത്താവ് പറഞ്ഞത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ശിഷ്യത്വത്തിന്റെ പ്രീ റിക്വിസിറ്റ്സ്, വാട്ട് ടു ഡു ടു ബിക്കം ക്രൈസ്റ്റ് ഡിസൈപ്പിൾസ്. യേശുവിന്റെ ശിഷ്യരാകുന്നതിനുള്ള നിയമം എന്തെന്ന് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നു. 3 കാര്യങ്ങളിൽ ഒന്ന് അറിയാമല്ലോ, കൂടെ ഒന്ന് വന്നാൽ നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് അങ്ങ് പോകാം. Deny yourself. ഒന്നാമത്തേത് ഡിനൈ യുവർസെൽസ്, തന്നെ താൻ ത്യജിക്കുക. 2, Take up his cross. Pick up the cross. ടേക്ക് അപ്പ് ഓൺ ക്രോസ്, സ്വന്തം കുരിശ്. തൻ്റെ കുരിശെന്നാണ് എഴുതിയിരിക്കുന്നത്. തൻ്റെ കുരിശെടുക്കുക, ടേക്ക് അപ്പ് ഓൺ ക്രോസ്. പിന്നെ 3-ാമത്തേത് Follow. ഫോളോ ഹിം, ക്രിസ്തുവിനെ അനുഗമിക്കുക. അതിൽ 2-ാമത്തേതാണ് കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കുക. നമ്മൾ പാട്ടും പാടാറുണ്ട്. എനിക്കൊന്ന് മാരാമൺ കൺവെൻഷൻ ഗീതമാണ് പെന്തക്കോസ്തുകാരും പാടി അന്യഭാഷയിൽ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. മാരാമൺ കൺവെൻഷൻ ഗീതമാണെന്നാണ് എൻ്റെ അറിവ്. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. എന്താണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ എന്തല്ല അതിൻ്റെ അർത്ഥം? ആദ്യം നാം മനസ്സിലാക്കേണ്ടത്, പൗലോസ് പറയുന്നുണ്ട് ഗലാത്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ, ക്രൂശാണ് പൗലോസിന്റെ പ്രശംസയൻ. സ്തോത്രം. ക്രോസ് ഈസ് പോൾസ് പ്രൈഡ്. ഹി ബോസ് ഇൻ ഓർ ഓൺ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. സ്തോത്രം. ഇവിടെ പലതരത്തിലുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് 2 കുരിശുകളെ കുറിച്ച് നമുക്ക് പറയാം. 2 കുരിശുകൾ. ഒന്ന്, ക്രോസ് ഓഫ്
ക്രൈസ്റ്റ്. 2 ക്രോസ് ഓഫ് ദ ക്രിസ്ത്യൻ. ക്രിസ്തുവിന്റെ ക്രൂശുണ്ട്, ക്രിസ്ത്യാനിയുടെ കുരിശുണ്ട്. ഇതിൽ ഏതാ നമ്മൾ എടുക്കേണ്ടത്? ക്രിസ്ത്യാനികളുടെ ക്രൂശ്. സെക്കൻഡ് വൺ, ക്രിസ്ത്യാനിയുടെ ക്രൂശാണ്. കാരണം ക്രിസ്തുവിന്റെ ക്രൂശ് നമുക്കാർക്കും വഹിക്കേണ്ടതില്ല. അത് ക്രിസ്തു തന്നെ വഹിച്ചു എന്ന് നമുക്ക് തിരുവെഴുത്തിൽ നിന്നും മനസ്സിലാക്കാം. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ ഇതിനു മുമ്പ് വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് മലയാളത്തിലാണത് കുറച്ചുകൂടെ മനസ്സിലാകുന്നത് പോലെ എഴുതിയിട്ടുള്ളത്. സ്തോത്രം. 19-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ജോൺ 19:17. Carrying his own cross, he went out to the place of the skull, which in Aramaic is called Golgotha. Carrying his own cross. മലയാളത്തിൽ കുറച്ചും കൂടെ വ്യക്തതയുണ്ട്. അവർ യേശുവിനെ കൈയേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗൊൽഗോഥ എന്നു പേരുള്ള തലയോടിനം എന്ന സ്ഥലത്തേക്ക് പോയി. സ്തോത്രം. താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട്. ഇംഗ്ലീഷിൽ ക്യാരിയിങ് ഹിസ് ഓൺ ക്രോസ്, സ്വന്തം കുരിശിനെ ചുമന്നുവെന്ന. മലയാളത്തിൽ അത് കുറച്ചുകൂടെ വ്യക്തമാണ്. താൻ തന്നെ തന്റെ കുരിശിനെ ചുമന്നു. bearing on cross by himself. It was not even Simon the Cyrene who bore the cross of Jesus. യേശുവിന്റെ കുരിശു ചുമന്നത് കുറേനക്കാരനായ ശിമോൻ പോലും അല്ല. നാം വായിക്കുന്നത് കുരിശു ചുമക്കുവാൻ അവർ അവനെ നിർബന്ധിച്ചു എന്നാണ്. അല്ലെങ്കിൽ റോമൻ പടയാളികൾ യേശുവിന്റെ ക്രൂശു ചുമക്കുവാൻ, കൂലിയില്ലാതെ ചുമക്കുവാൻ പിടിച്ചുകൊണ്ടുവന്ന ഒരു ആഫ്രിക്കക്കാരൻ, കുറേനക്കാരനായ ശിമോൻ. എന്നാൽ ഇവിടെ നാം കാണുന്നു യേശുക്രിസ്തുവിന്റെ ക്രൂശ് ഗോൽഗോഥ വരെ, ക്രൂശിക്കുന്ന സ്ഥലം വരെ, കാൽവറി വരെ ചുമന്നത് യേശു തന്നെയാണ്. അപ്പോൾ ശിമോൻ എന്താ ചെയ്തത്? കുറേനക്കാരൻ യേശുവിന്റെ തോളേൽ കൈകൾ രണ്ടും നീട്ടി കുരിശിനോട് ചേർത്ത് വെച്ച ആ ക്രോസ് ബാർ ആണ് കേട്ടോ, മൊത്തം കുരിശല്ല. ആ തടിയോട് കൈകൾ രണ്ടും ചേർത്ത് കെട്ടി തോളേൽ വെച്ചു കൊടുത്തിരിക്കുന്ന കുരിശഴിച്ച് ശീമോന്റെ പെടലിക്ക് വെച്ച് കെട്ടിയില്ല. അത് ഗോൽഗോഥ വരെയും, ഗബ്ബഥ മുതൽ ഗോൽഗോഥ വരെയും യേശു തന്നെയാണ് ചുമന്നത്. ശീമോൻ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, ഈ പിടലിക്ക് വെച്ച് കെട്ടിയിരിക്കുന്ന 30 മുതൽ 40 കിലോ വരെയെങ്കിലും ഭാരമുള്ള ആ പച്ചത്തടി ആ കെട്ടോടുകൂടെ മുഖമടിച്ച് പലപ്പോഴും യേശു വീണിട്ട് എഴുന്നേൽപ്പാൻ വഹിയാതെ വന്നപ്പോൾ
ഇനിയും വീഴാതെ യേശുവിനെ ഒന്ന് കുരിശു ചുമക്കുവാൻ താങ്ങിക്കൊള്ളുക എന്ന ദൗത്യം മാത്രമായിരുന്നു ശിമോനുള്ളത്. കുരിശോട് കൂടെ തന്നെ യേശു വീഴാതിരിപ്പാൻ ആ കുരിശിന്റെ അറ്റം ഒന്ന് ചുമക്കാൻ, യേശുവിൻ്റെ ബാലൻസ് നഷ്ടപ്പെടാതെ ഒന്ന് നടക്കാൻ സഹായിക്കുകയാണ് ഈ ശിമോൻ ചെയ്തത്. അപ്പോൾ ആ സമയത്തു പോലും യേശു തൻ്റെ കുരിശ് മറ്റൊരാളിനെ ഏൽപ്പിച്ചില്ലെന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. പിന്നെ യേശു ക്രൂശിക്കപ്പെട്ടതോടുകൂടെ യേശുക്രിസ്തുവിൻ്റെ കുരിശു ചുമക്കുന്ന ഭാഗം അവസാനിച്ചു. ക്രൂശിക്കപ്പെട്ടതോടുകൂടെ, ക്രൂശിൽ മരിച്ചതോടുകൂടെ യേശുക്രിസ്തുവിൻ്റെ കുരിശ് വഹിക്കുന്ന, ചുമക്കുന്ന ഭാഗം അവസാനിച്ചു. എന്ന് വെച്ചാൽ അന്ന് ചുമലിൽ കുരിശിരിക്കുമ്പോഴും ആ കുരിശിന്റെ ഭാരവും പേറി മുൻപോട്ട് പോകുവാൻ യേശു ബന്ധപ്പെടുമ്പോഴും പോലും അത് മറ്റൊരാൾക്ക് കൈമാറാൻ യേശു ഒരുക്കമായില്ലെങ്കിൽ, ആ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം യേശുവിൻ്റെ കുരിശ് ആർക്കും ചുമക്കേണ്ടതില്ല. ആർക്കും ആ ക്രൂശ് ചുമക്കേണ്ടതില്ല. അത് താൻ തന്നെ ചുമന്നുകൊണ്ട് ഗോൽഗോഥായിലെത്തിയെന്ന് നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ യേശുവിൻ്റെ കുരിശിന്റെ അരികിൽ മുഴുവൻ സമയവും നിന്നിരുന്ന യോഹന്നാനാണ് നമുക്കിത് എഴുതി തന്നിരിക്കുന്നത്. ഇത്രയും വ്യക്തമാണല്ലോ. എങ്കിൽ പിന്നെ നാം എടുക്കേണ്ട കുരിശ്, നാം ചുമക്കേണ്ട കുരിശ് എന്ന് പറയുന്നത് ആരുടെ കുരിശാണ്? നാം ഓരോരുത്തരുടെയും കുരിശ്. സ്തോത്രം. അപ്പോൾ നാം വഹിക്കേണ്ട, ഒരു ക്രിസ്തു ശിഷ്യൻ വഹിക്കേണ്ട കുരിശ് എന്തല്ല? ഒന്ന്, യേശുവിൻ്റെ കുരിശല്ല. രണ്ട്, കുരിശ് എന്ന ഒരു വസ്തു ചുമക്കുന്നതിനെ കുറിച്ചുമല്ല ഈ പറഞ്ഞിരിക്കുന്നത്. ഓൾസോ ഇറ്റ്സ് നോട്ട് ആൻ ഓബ്ജക്റ്റ്, എ മെറ്റീരിയൽ ഓബ്ജക്റ്റ്. ഒരു ഏതെങ്കിലും സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ തടി കൊണ്ടോ പുല്ലുകൊണ്ടോ കുരുത്തോല കൊണ്ടോ പോലും ഉണ്ടാക്കപ്പെട്ട ഒരു വസ്തുപരമായ കുരിശല്ല നാം ചുമക്കേണ്ടത്. നമ്മുടെ ആരാധനാലയങ്ങളിൽ സൂക്ഷിക്കേണ്ടത്, ഈവൻ എംബ്ലങ്ങളിൽ പോലും വെക്കേണ്ടത്. ഇനിയിപ്പം ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് എന്ന അന്താരാഷ്ട്രീയ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന്റെ എംബ്ലത്തിനകത്തും കുരിശുണ്ട്. ഇപ്പം പുതിയ കുരിശ, പഴയ കുരിശ് ഒരു അല്പം ചെറുതായിരുന്നെന്ന് തോന്നുന്നു. ഇപ്പം കുരിശ് എടുത്തു കാണിക്കുന്നത് പോലെയാണുള്ളത്. എനിക്കതിനോട് വിയോജിപ്പുണ്ട്. പക്ഷേ ഇങ്ങനെ അങ്ങ് നിന്നു പോകുന്നു. ഇപ്പം എംബ്ലത്തിൽ കുരിശുണ്ടെന്നും പറഞ്ഞ് പ്രസ്ഥാനം മാറാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പ്രസ്ഥാനം മാറാതെ നിൽക്കുന്നതേ ഉള്ളൂ. യോജിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടും യോജിപ്പില്ല. അതിനെതിരെ ശബ്ദം ഉയർത്തരുതോ എന്ന് ചോദിച്ചാൽ നമ്മളിവിടെ കൊടി പിടിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല.
എന്നാൽ നമുക്ക് അറിയിക്കാൻ കഴിയുന്നവരെ നമുക്കുള്ള വിയോജിപ്പ് അറിയിച്ചിട്ടുമുണ്ട്. ഇപ്പോഴും പരസ്യമായിട്ടാണല്ലോ ഞാൻ പറയുന്നത്. എനിക്കതിൽ ഭയമില്ല. ഇത് പല സ്ഥലങ്ങളിൽ പലരുടെ ചെവികളിൽ ശശവ്ഗോഡിന്റെ ഒരുപക്ഷെ ഇന്റർനാഷണൽ ലീഡേഴ്സിൽ വരെ എത്തും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അത് പ്രസ്ഥാനത്തെ ദുഷിക്കുകയൊന്നുമല്ല. അത് ഗാനവച്ചം പറഞ്ഞതുപോലെയുള്ളൂ. ഏതൊട്ടകത്തിന്റെ പുറത്ത് കയറിയാലും കുന്നും കുഴിയുണ്ട്. അതുകൊണ്ട് ഉള്ള നേരം കളയാതെ കയറിയതിന്റെ മണ്ടയ്ക്ക് തന്നെ ഇരിക്കുന്നതാണ് ഉത്തമം. അതുകൊണ്ട് പ്രസ്ഥാനം മാറുന്നൊരു ഒരു പ്രസ്ഥാനം ഇല്ല. സ്തോത്രം. അതിലർത്ഥമില്ല. അപ്പൊ പറഞ്ഞു വന്നത്, ക്രൂശ് വഹിക്കുക, ക്രൂശിന്റെ ഇടർച്ച എന്നൊക്കെ പറയുന്നത്, ഒന്ന് യേശുവിന്റെ കുരിശ് വഹിക്കുന്നതിനെ കുറിച്ചല്ല. രണ്ട്, കുരിശ് എന്ന ഒരു ഓബ്ജക്റ്റ്, കുരിശ് എന്ന ഒരു വസ്തു വഹിക്കുന്നതിനെ കുറിച്ചോ വെക്കുന്നതിനെ കുറിച്ചോ അല്ല. മൂന്ന്, കുരിശു വണക്കത്തെ കുറിച്ചല്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് ബോവിങ് ഡൗൺ ടു an object or a shape of the cross. അതിനെ കുരിശു വണക്കമെന്നാ പറയുന്നത്. കുരിശ് കാണുമ്പോൾ ഒന്ന് കുനിഞ്ഞു കൊടുക്കുന്ന സ്ഥിതി. അത് ഇനിയും ഭയങ്കര ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന കുരിശും തൊട്ടിയാകട്ടെ, നമ്മുടെ പള്ളികളിൽ മുമ്പേ പറഞ്ഞതുപോലെ ഇത് ക്രിസ്തീയ പള്ളിയാണെന്നൊരു അടയാളത്തിന് ഗവൺമെന്റിന്റെ നിയമപ്രകാരം വെച്ചിരിക്കുന്ന ഒരു കുരിശാകട്ടെ, അതൊക്കെ കാണുമ്പോൾ ക്രിസ്ത്യാനികളല്ലാത്തവരും ഒന്ന് കുനിഞ്ഞു പോവും, വണങ്ങും. എനിക്കറിയാം, ഞങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ സഭാ ഹാളുകളുള്ള സ്ഥലങ്ങളിൽ റോഡിലൂടെ പോകുന്നവർ തികച്ചും അക്രൈസ്തവരാണ്, ഒട്ടും ക്രൈസ്തവ ഭക്തി ഇല്ലാത്തവരാണ്. എന്നാലും ശരി, പള്ളി കാണുമ്പോൾ അവരൊന്ന് വണങ്ങാറുണ്ട് കുരിശിന്റെ മുമ്പിൽ. എന്നാൽ യേശു പറഞ്ഞ കുരിശെടുത്തവനെ അനുഗമിക്കുക എന്ന പ്രയോഗം കുരിശു വണക്കത്തെക്കുറിച്ചുമല്ല. കുരിശു വണക്കത്തെക്കുറിച്ചുമല്ല. സ്തോത്രം. നാലാമത്, ഈ മൂന്നാമത്തതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്, ക്രൂശ് എന്ന ഒരു അടയാളം വെച്ച് അതിനോട് കാണിക്കുന്ന ഭക്തിയെ കുറിച്ചുമല്ല ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആഭരണധാരണത്തെ എതിർക്കുന്നതിനുള്ള ഒരു കാരണം ഇതിനകത്തിലുണ്ട്. ഇനി നൂലേൽ കെട്ടിയായാലും ചിലർ കുരിശ്, ഇനി സ്വർണമല്ല തടിക്കുരിശാകാം, കഴുത്തേലോ കാതയിലോ ഒക്കെ കെട്ടിത്തൂക്കാറുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്ന ക്രിസ്ത്യാനികൾ അവരുടെ ആഭരണത്തിൽ ഈ കുരിശ് അടയാളം വയ്ക്കാറുണ്ട്. അത് അവിടേക്ക് വരുമ്പോൾ അത് വിഗ്രഹാരാധനയായിട്ട് മാറുകയാണ്. യേശുക്രിസ്തുവിനെ നമുക്ക് ഓർക്കുവാൻ ഇങ്ങനെയൊരു അക്ഷരീയമായ കുരിശടയാളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. യേശുവിനെ ഓർക്കുവാൻ, യേശുവിനോട് നമുക്ക് ബന്ധപ്പെടുവാൻ ഇങ്ങനെ ഒരു വസ്തുവിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ ഒരു അടയാളത്തിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ഒരു വസ്തു, ഒരു രൂപം, സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ തടി കൊണ്ടോ അല്ല, ഇനി ഭിത്തിയിൽ വെറും പെയിന്റ് കൊണ്ട് വരച്ചു വെച്ചതാകട്ടെ, അങ്ങനെ പോലും വയ്ക്കുന്നത് ഇഷ്ടമല്ലാത്തതിനെ
ക്രൂശിന്റെ ഇടർച്ച എന്ന് പറയാൻ പറ്റില്ല. അത് ക്രൂശിന്റെ ഇടർച്ച എന്നല്ല. ഇവിടെ ക്രൂശ് എന്ന് പറയുന്നത് നാം ഈ പറഞ്ഞതുപോലെ ഒരു അടയാളമോ വസ്തുവോ അല്ല. പകരം യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം എന്ന വസ്തുതയാണ്. യേശുവിന്റെ ക്രൂശീകരണം എന്ന യാഥാർത്ഥ്യമാണ്. ആ യേശുവിന്റെ ക്രൂശീകരണം എന്ന വസ്തുത, എന്ന സത്യം, എന്ന തഥ്യ, എന്ന യാഥാർത്ഥ്യം ഒരിക്കലും ക്രിസ്ത്യാനിക്ക്, വിശേഷാൽ പെന്തക്കോസ്തുകാരന് ഒരു ഇടർച്ചയേ അല്ല. അതുകൊണ്ട് നമ്മുടെ സഭകളിൽ ആവോളം ഈ കുരിശടയാളം വയ്ക്കാതിരിക്കുന്നത് തന്നെയാണ് ഉത്തമം. പ്രത്യേകിച്ച് കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബായ തുടങ്ങിയുള്ള സഭാവിഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള കുരിശുകളും കുരിശു വണക്കങ്ങളും ഒക്കെ വിട്ടിട്ട്, അതൊക്കെ പാപം, വിഗ്രഹാരാധന എന്ന പാപത്തിൽ അകപ്പെടുത്തി വിട്ടിട്ട് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരുന്നവർക്ക് വീണ്ടും ഇത് കാണുന്നത് അവരെ വിട്ടിട്ടു പോകുന്നതിലേക്കുള്ള ഒരു തിരിച്ചുപോക്കായി അകത്തു നിന്നും തോന്നാനിടയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു അടയാളം ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് ഉത്തമം. അതിനോടുള്ള ആ അടയാളത്തോടോ ആകാരത്തോടോ വസ്തുവിനോടോ ഉള്ള വേണ്ട എന്ന ചിന്ത ക്രൂശിന്റെ ഇടർച്ചയല്ല. അത് വിഗ്രഹാരാധനയോടുള്ള വേദപുസ്തകത്തിന്റെ സമീപനമാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് കൂടുതൽ ഉത്തമം. എന്നാൽ ക്രൂശിന്റെ ഇടർച്ച എന്നാൽ നമ്മൾ പഠിച്ചതുപോലെ ക്രൂശിക്കപ്പെട്ട ഒരു ദൈവത്തെ പിൻപറ്റുന്നതിലെ മൗഢ്യത. സ്തോത്രം. ഓക്കെ. So the offense of the cross is not what the question is raised in. That if a Pentecostal church is projecting a cross, whether through their overhead projector, or even in their emblem, or at the front of their church, or sometimes even outside the church, just for a sign for non-Christians or government officials or something like that. If that is an offense for a Pentecostal believer, that cannot be termed as the offense of the cross. That is our positive approach and attitude or response to a possible idolatry, a possible idol worship of or idolizing this particular cross. Bible is not speaking about this particular cross, whether within the church or without the church, whether that particular cross in the holy or sanctuary, in Pentecostal language sanctuary, or in cemetery.
ഏറ്റവും കൂടുതൽ കുരിശുള്ളത് സെമിത്തേരിയില. അപ്പോൾ ചർച്ചിനകത്തെ കുരിശോ ചർച്ചിന് മുകളിലത്തെ കുരിശോ മദ്ബാഹായിക്കകത്തെ കുരിശോ പെന്തക്കോസ്ത് സഭകളിലെ സാങ്ച്വറി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെ കുരിശോ, ഇന്ത്യയിൽ കേരളത്തിൽ അങ്ങനെ സാധാരണ നിലയിൽ സാങ്ച്വറി എന്ന് പറയപ്പെടാറില്ല, അല്പം വിദേശവൽക്കരണ ഭാഷയാണ് ഞാൻ ഉപയോഗിച്ചത്. പല വിദേശ സഭകളിലും പെന്തക്കോസ്തുകാർ ഏറ്റവും മുമ്പിലത്തെ സ്ഥലത്തിന് സാങ്ച്വറി എന്നാണ് വിളിക്കാറ്. അത് വെച്ചാണ് ഞാൻ പറഞ്ഞത്. വിശുദ്ധ സ്ഥലം സഭയിൽ അങ്ങനെ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പം സെമിത്തേരിയിലോ സഭയ്ക്കകത്തോ പുറത്തോ മദ്ബാഹായിലോ സാങ്ച്വറിയിലോ എവിടെയെങ്കിലുമൊക്കെ കാണുന്ന കുരിശടയാളത്തോടുള്ള വിദ്വേഷമോ വെറുപ്പോ കുരിശിന്റെ ഇടർച്ചയായി കാണാൻ പാടില്ല. അത് വിഗ്രഹാരാധന എന്ന പാപത്തോടുള്ള സമീപനമായി മാത്രം കണ്ടാൽ മതി. എന്നാൽ കുരിശിന്റെ ഇടർച്ച, the offense of the cross is this, as we learned even yesterday, that some inferior feeling for a crucified Messiah. How is it possible? God being crucified, God suffering death. No, that is an offense. That cross, that particular crucifixion, that particular person crucified is an offense in our faith on Christ. That is the offense of the cross. That was what the author of Hebrews 2:10 dealing with. അതുകൊണ്ട് it is better to avoid such signs and such objects from our churches and our systems. നമ്മുടെ സഭകളിൽ നിന്നും നമ്മുടെ വ്യവസ്ഥിതികളിൽ നിന്നും കുരിശിന്റെ അടയാളമോ കുരിശ് എന്ന ആ ഒരു ഓബ്ജക്റ്റ് ഒക്കെ മാറ്റുന്നത് തന്നെയാണ് എല്ലായ്പ്പോഴും ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. സ്തോത്രം. സംഭവത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തത വന്നു കാണുമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുള്ളതുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ ഫണ്ണി തിങ് പറയാം, നമ്മുടെ തിരുവത്താഴ പാത്രത്തിന്റെ മണ്ടയ്ക്ക് വരെ കുരിശുണ്ട്. അതെ, അവിടം വരെ കുരിശായി. ഇവിടെ സാധാരണ മിക്ക ചർച്ചിന്റെ അകത്തും പുറത്തും കുരിശ് വെച്ചിട്ടുണ്ട്. ആരും വണങ്ങുകയോ അല്ലെങ്കിൽ അതേപോലെ നമസ്കരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ പാസ്റ്റർ പറഞ്ഞ പോലെ ഇവിടുത്തെ ഗവൺമെന്റ് നിയമമായിരിക്കും ക്രിസ്ത്യൻസിന്റെ ചർച്ച ഏതാണെന്ന് തിരിച്ചറിയാനും ഒക്കെ ആയിട്ടുള്ള ഒരു അടയാളമായിരിക്കാം അത് മിക്ക ചർച്ചയിലും കൊണ്ടുതാനും. പക്ഷെ ആരും അതിൻ്റെ ചുവട്ടിൽ പോയി വണങ്ങുകയോ വെടിയുതിരി കത്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കഷ്ടാനുഭവ ധ്യാനം മുഴുവൻ കുരിശ ചെയ്യുന്നത്. പിന്നെ ഈ അടയാളം വെച്ചത് കൊണ്ട് ആരും അതിനെ വണങ്ങാത്തത് കൊണ്ട് അതൊരു വണക്കമാണോ അല്ലെങ്കിൽ കുരിശിനെ നമസ്കരിക്കുക എന്നുള്ളത് ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുമോ? പുറത്ത് വെച്ചിരിക്കുന്നത് എന്തോ വേറെ ആരോ ചോദിച്ചല്ലോ. പാസ്റ്റർ പറഞ്ഞല്ലോ നമ്മുടെ ചർച്ചിൽ ഫ്രണ്ട് പോർഷന് അല്ലെ പാസ്റ്റർമാര് ശുശ്രൂഷിക്കുന്ന സ്ഥലത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടു ഒരു വ്യക്തി ആ പാസ്റ്റർമാരിരിക്കുന്ന കസേരയിൽ പോയി ഇരുന്നതിന് ആളിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വിട്ടതുപോലും കണ്ടത് എൻ്റെ കണ്ണാലെ കണ്ട കാഴ്ചകളുണ്ട്. അത് വിശുദ്ധന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്, അവിടെ ഇരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ആളിനെ എഴുന്നേൽപ്പിച്ചു വിട്ടു.
ഏറ്റവും ഒടുവിൽ പറഞ്ഞതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. തോമസ് ജോർജാൻ പറഞ്ഞത് ഒരു പ്രായോഗിക യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞത് വേദപുസ്തകത്തിൻ്റെ നിലപാടുമാണ്. അങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തത് വേദപുസ്തക നിലപാടല്ല, അത് തെറ്റായ നിലപാടാണ്. പല സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ത്യയിലും നമ്മുടെ കേരളത്തിനകത്ത് തന്നെയും ഒക്കെ ഉണ്ട്. ഞാൻ സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ടീച്ചേഴ്സിന് ഇരിക്കാൻ അന്നൊക്കെ തടിക്കസേരയാ, കസേരയും ബെഞ്ചും ഉണ്ട്. തമാശയ്ക്ക് പോലും ആ കസേരയിൽ നമുക്കറിയാം സ്റ്റുഡൻസിന് ആർക്കും ഇരിക്കാൻ അനുവാദമില്ല. ഇപ്പോഴൊക്കെ പിന്നെ ക്ലാസ് റൂമുകളിൽ കസേര ഇല്ല, ടീച്ചേഴ്സ് ഇരിക്കാൻ പാടില്ല എന്നാണ് നിയമം. അതുകൊണ്ട് കസേരയെ ഇല്ല, നിന്നുകൊണ്ട് പഠിപ്പിക്കുക എന്നാണ് ഇപ്പോഴത്തെ നിയമം. അന്ന് ടീച്ചേഴ്സിനുള്ള കസേരയിൽ സ്റ്റുഡൻസ് ആരെങ്കിലും ഇരുന്നാൽ ചില കുസൃതി പിള്ളേർ പോയിരിക്കും, ടീച്ചറായിട്ട് ആക്ട് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ക്ലാസ് മോണിറ്ററോ ക്ലാസ്സിൽ ആരെങ്കിലും കാണും ടീച്ചർ വരുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ, അവനെ പിടിച്ചടിക്കുകയും ചെയ്യും. ഇല്ല, ഇനി പിള്ളേരാരും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ടീച്ചർ ചിലപ്പോൾ കണ്ടുകൊണ്ടായിരിക്കും കയറി വരുന്നത്. പൂരം അടിയാ, പാടില്ല. നമ്മുടെ വീടുകളിൽ നമ്മുടെ വീട്ടിലെ കാരണവന്മാർക്ക് ഇരിക്കാൻ ഒരു കസേര ഉണ്ടായിരുന്നു. ആ കസേരയിൽ പിള്ളേരാരും ഇരിക്കാൻ അനുവദിക്കത്തില്ല. ഇപ്പം ആ കേസൊക്കെ മാറി. ഓഫീസുകളിൽ ഇപ്പോഴും ഉണ്ട് ഓരോ പദവികൾ. ആ കസേരകളിൽ അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട അധികാരികൾ മാത്രമേ ഇരിക്കൂ, അല്ലാത്തവർ ഇരിക്കാൻ പാടില്ല എന്ന ഒരു നിയമം, അലിഖിത നിയമം, മേ ബി ആൻ അൺറിട്ടൺ ലോ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതി സത്യത്തിൽ ദൈവസഭയ്ക്കകത്തിലില്ല. സ്തോത്രം. കർത്താവ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതിനിപ്പം സ്റ്റേജിലായാലും കൺവെൻഷൻ സ്റ്റേജുകളോ ജനറൽ കൺവെൻഷൻ സ്റ്റേജുകളോ ഒക്കെ ആയാലും ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ഓരോരുത്തരുടെ പദവിക്കനുസരിച്ച് ഓരോ കസേരകൾ റിസർവ് ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ടുണ്ടെന്നോ പറയാം. അതിൽ അവർ മാത്രമേ ഇരിക്കൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളെ ഒരു കാര്യത്തിന് ക്ഷണിച്ചാൽ നിങ്ങൾ ഏറ്റവും താഴ്ന്ന സ്ഥാനത്തിരിക്കുക. ക്ഷണിച്ചയാള് നിങ്ങൾ അവിടെയല്ല, നിങ്ങൾക്ക് അതിനേക്കാൾ ഉന്നതമായ ഒരു ഇരിപ്പിടമാണ് ഒരുക്കിയിരിക്കുന്നതെങ്കിൽ നിങ്ങളെ അവിടേക്ക് വിളിച്ചിരുത്തും. അപ്പോൾ നിങ്ങൾക്ക് മാന്യത ഉണ്ടാവും. അല്ലാതെ നിങ്ങൾ കയറി മുഖ്യാസനത്തിൽ ഇരുന്നിട്ട് നിങ്ങളെക്കാൾ പ്രധാനിയായ ഒരാളിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വരുമ്പോൾ സഹോദര ഒന്ന് മാറിക്കൊടുക്കെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നാണക്കേട്. അത് ഒരു സാമൂഹിക നിയമമാണ്. അത് ഓരോരുത്തരും ബാധ്യസ്ഥരുമാണ്. നമ്മളെ ക്ഷണിച്ചവർ വിളിച്ചിരുത്തട്ടെ. എന്നാൽ ഇപ്പം സ്റ്റേജിൽ കിടക്കുന്ന ഒരു കസേരയില് ഒരാൾ ചെന്ന് അങ്ങോട്ട് ഇരുന്നു എന്ന് വിചാരിച്ച് ഓടിച്ചു വിടുന്നത് ക്രിസ്തീയ മര്യാദയോ ഒന്നുമല്ല. അദ്ദേഹത്തോട് മാന്യമായിട്ട് നമുക്ക് പറയാം, അതേകാവും. അല്ലാതെ അച്ചാന പറഞ്ഞ ആ ഒരു രീതി വേദപുസ്തകാടിസ്ഥാനത്തിലുള്ള കാര്യം അല്ല എന്നുള്ളത്
പ്രസ്താവിച്ചു കൊള്ളട്ടെ. ഇന്നത്തെ ആധുനിക സഭകളിലൊക്കെ ഉണ്ട് ചില കസേര അവരുടെ പ്രധാനിക്ക് വേണ്ടിയിട്ടിട്ടുണ്ട്. അതിൽ വേറെ ആരെയും ഇരുത്തില്ല. ഇനിയും കസേരയുടെ കാര്യം പോട്ടെ, മൈക്ക് വരെ ഉണ്ട്. മൈക്ക്, ആ മൈക്ക് അദ്ദേഹത്തിനല്ലാതെ വേറെ ആർക്കും കൊടുക്കില്ല. ആ മൈക്കും കൊണ്ടാണ് അദ്ദേഹം പോകുന്നിടത്തെല്ലാം പോകുന്നത്. അതൊന്നും വേദപുസ്തകത്തിന്റെ വ്യവസ്ഥിതി അനുസരിച്ചുള്ളതല്ല. ഇനിയിപ്പം ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് വീണ്ടും അത് അവർക്ക് വേണ്ടി ഇൻഫെക്ഷൻ ഒന്നും കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതെന്ന് പറയാം. അതല്ലാതെ ഉള്ളത് നമുക്ക് ആ നിലയിലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ ബാബുവിൽ പറഞ്ഞതുപോലെ പല വിദേശ സഭകളിലും, പ്രത്യേകിച്ച് വെസ്റ്റേൺ യൂറോപ്യൻ അമേരിക്കൻ ചർച്ചസിൽ, പെന്തക്കോസ്ത് സഭകളിൽ അകത്തും പുറത്തുമൊക്കെ കുരിശുകൾ വെച്ചിട്ടുണ്ട്. പലയിടത്തും കുരിശുകൾ ഒത്തിരി അലങ്കരിച്ചുമാണ് വെച്ചിരിക്കുന്നത്, ലൈറ്റും ഒക്കെ. അതിന് മുമ്പിൽ ആരും ഇല്ലെങ്കിലും അതിന് അർഹിക്കുന്നതിൽ അമിതമായ പ്രാധാന്യം കൊടുത്തു പോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. വർദ്ധിക്കുന്നില്ല എന്നുള്ളത് സത്യമാകാം. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതിനാൽ ആരുടെയെങ്കിലുമൊക്കെ ഉള്ളിൽ, ചിലപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഒരാളാകാം, ആരുടെയെങ്കിലുമൊക്കെ ഉള്ളിൽ ഇതിനോടൊരാരാധന തോന്നിയാൽ, ഇതാകാമെന്ന ഒരു നിലപാട് വന്നാൽ അത് പാപമായിട്ട് മാറാനിടയുണ്ട്. അതുകൊണ്ട് അതിനുള്ള സാധ്യത തന്നെ നമ്മൾ ഇല്ലാതെയാക്കുന്നതാണ് ഉചിതം. നിയമപരമായിട്ട് അങ്ങനൊരു വിഷയമുണ്ടെങ്കിൽ പുറത്ത് ഒരു കുരിശ് വയ്ക്കുന്നത് ഇത് ചർച്ചാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അടയാളമാകാം. പക്ഷെ പലപ്പോഴും പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ഉള്ള ചർച്ചകൾ തന്നെ കുരിശ് വെക്കുന്നതിനേക്കാൾ കൂടുതൽ ചർച്ച എന്നവിടെ 24 മണിക്കൂറും എഴുതി കാണിക്കുന്നത് കൊണ്ട് തിരിച്ചറിയലിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ക്രൂശിനെ കുറിച്ച് പ്രസംഗിക്കുന്നതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. പൗലോസ് പറയുന്നല്ലോ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. വി പ്രീച്ച് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെയാണ് പൗലോസ് ഉയർത്തിയത്. അത് നമ്മൾ ചെയ്യണം. അത് ക്രൂശീകരണം എന്ന വസ്തുതയാണ്. കുരിശെന്ന വസ്തുവിനല്ല അവിടെ പ്രാധാന്യം. പക്ഷെ ഇന്ന് നമ്മുടെ ഇടയിൽ ജോകുട്ടിച്ചാൻ പറഞ്ഞതുപോലെ തിരുവത്താഴത്തിന്റെ ഇന്ന് പാത്രങ്ങളാണല്ലോ പലതരത്തിലുള്ള, അതിൻ്റെ മുകളിൽ വരെ കുരിശ് വെക്കുന്നതിൽ ആർക്കും ഒരു ഇടർച്ചയും കാണാതിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അതിനെയൊക്കെ വെറും നിസ്സാരവൽക്കരിക്കുന്ന അവസ്ഥയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുക. അവയൊന്നും തന്നെ ഇല്ലാതിരിക്കുന്നതാണ് ഏറെ ഉത്തമം എന്നുള്ളതാണ് സത്യം. സ്തോത്രം. ശരി, മറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. സ്തോത്രം. ചിലപ്പോഴൊക്കെ സ്റ്റേജിൽ ഇരിക്കാൻ സ്ഥലം കിട്ടാത്തത് കൊണ്ട് യോഗത്തിന് സംബന്ധിക്കാതെ ഇറങ്ങിപ്പോകുന്ന ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ 3 റോ കസേര സ്റ്റേജിലുണ്ട്. അതിൽ രണ്ടാമത്തെ റോയിൽ ഇരുന്ന ഒരാളിനെ ഫ്രണ്ട് റോയിൽ കൊണ്ടുവരാൻ വേണ്ടി ചെയ്ത പല പങ്കപ്പാടുകൾ ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. എവിടെ ഇരുന്നാൽ എന്താ?
കൊണ്ട് ഗാനവച്ചൻ പറഞ്ഞ പോലെ അയ്യോ ബ്രദർ എന്ന് വിളിച്ചതാണോ പ്രയാസം? എന്നെ ബ്രദർ എന്നല്ല, ഗാനവച്ചൻ പറഞ്ഞു എന്നെ സിസ്റ്റർ എന്നങ്ങ് വിളിച്ചോ, എന്നാലും എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞതുപോലെ സ്റ്റേജിൽ ഇരുത്തണ്ട, വേറെ ആരെയെങ്കിലും ഇരുത്ത്. നീ കസേര പോലും ഇല്ലെങ്കിലും താഴെ ഇരുന്നോളാം, കുഴപ്പമില്ല. ആ ഒരു മനോഭാവത്തിലേക്ക് നാം എത്തണം. അതിപ്പോ എന്തിനു വേണ്ടിയായാലും കുരിശു വഹിക്കുന്നതിനെ കുറിച്ചുള്ള പൊതുവായ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇവാഞ്ചലിസത്തിന് വേണ്ടി കുരിശ് അടയാളം വഹിച്ചുകൊണ്ട് പോകേണ്ട പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. സുവിശേഷം പറഞ്ഞാൽ മതി, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ മതി. അതാണ് വേണ്ടത്. സ്തോത്രം. അപ്പോൾ ഇന്നലെ നാം പഠിച്ചതിൻ്റെ ഒരു വിശദീകരണമാണ് ഇന്ന് നമ്മൾ നോക്കിയത്. യഹൂദന്മാർക്ക് യേശുവിൻ്റെ കുരിശ് ഒരു ഇടർച്ചയായിരുന്നു. പക്ഷേ യേശുവിൻ്റെ ക്രൂശ് മരണവും ദൈവത്തിന് യുക്തവുമായിരുന്നു. അതിൻ്റെ ഒന്നാമത്തെ കാരണം നമ്മൾ കണ്ടു. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് ദൈവത്തിൻ്റെ പ്രകൃതത്തെ, ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു എന്ന്. അതിൽ മറ്റ് സംശയങ്ങൾ ഒന്നുമില്ല എന്ന് കരുതുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ ഒരെണ്ണവും കൂടെ പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് ഇന്ന് അവസാനിപ്പിക്കാം. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, why it was fitting for God to crucify Christ. നാം അത് രണ്ടാമതായിട്ട് കാണുന്നത്, it was fitting because it works for God's glory. It works for God's glory in accordance with his eternal purpose. ദൈവത്തിൻ്റെ അനാദി നിർണയപ്രകാരം ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രദർശിപ്പിക്കുന്നു എന്നതിനാൽ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ദൈവത്തിന് യുക്തമായിരുന്നു. യേശുവിൻ്റെ ക്രൂശീകരണത്തിലെ യുക്തിയാണ് രണ്ടാമതായി നാം ഇപ്പോൾ പഠിച്ചത്. എന്തേ? ദൈവത്തിൻ്റെ അനാദി നിർണയപ്രകാരം ക്രിസ്തുവിൻ്റെ ക്രൂശ് ദൈവമഹത്വത്തെ വെളിപ്പെടുത്തുന്നു. സ്തോത്രം. According to the eternal purpose of God, the cross of Christ or the crucifixion of Christ manifests the glory of God. And therefore, it was fitting that Christ be crucified. സ്തോത്രം. ക്രിസ്തുവിൻ്റെ ക്രൂശ് ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു. സ്തോത്രം. നാം കണ്ടു കഴിഞ്ഞതാണ്, യേശുവിനെ കൊന്നത്
യേശുവിനെ കൊന്നത് സാത്താൻ അല്ല. സാത്താൻ അല്ല. നമ്മുടെ ഇടയിൽ പലരും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. സാത്താൻ സത്യത്തിൽ ആഗ്രഹിച്ചത് യേശു മരിക്കരുതെന്നാണ്. കാരണം യേശുവിൻ്റെ മരണം സാത്താന്റെ തോൽവിയാണെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് യേശുവിൻ്റെ ക്രൂശ് മരണം സംഭവിക്കാതിരിക്കേണ്ടതിന് സാത്താൻ തന്നാലാവുന്നത് മുഴുവനും ചെയ്തു. തന്നാലാവുന്നത് മുഴുവനും ചെയ്തു. ക്രൂശിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാനും സാത്താൻ വളരെ പരിശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിരുന്നു യേശു ക്രൂശിതനായി ആണികളിൽ തൂങ്ങിക്കിടക്കുന്ന സമയം നാം അറിയുന്നത് പോലെ രാവിലെ 9-നും വൈകുന്നേരം 3 മണിക്കും ഇടയിലുള്ള 6 മണിക്കൂർ പല ആവർത്തി യഹൂദന്മാരെ കൊണ്ടും റോമൻ പടയാളികളെ കൊണ്ടും സാത്താൻ പറയിപ്പിച്ചു. എന്ത് പറയിപ്പിച്ചു? ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരൂ. ഇറങ്ങി വാ, ഞങ്ങൾ കണ്ടു വിശ്വസിക്കട്ടെ. ക്രൂശിൽ കിടന്ന കള്ളന്മാരും ആദ്യം പറഞ്ഞു, ഒരുവൻ പിന്നീട് പിന്മാറി. ഒരുവൻ അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, നീ ക്രിസ്തുവാണെങ്കിൽ നിന്നെ തന്നെയും രക്ഷിക്ക്, ഞങ്ങളെയും രക്ഷിക്ക്. ഞാൻ നിങ്ങളോട് പലപ്പോഴും എൻ്റെ ബാല്യകാല അനുഭവം പറഞ്ഞിട്ടുണ്ട്. ജീസസ് ഫിലിം കാണാൻ പോകുമായിരുന്നു കുഞ്ഞിലെ. പല സ്ഥലങ്ങളിൽ വെച്ച് ഫിലിം ഷോ ഉണ്ട്. ഞാൻ മർത്തോമക്കാരനായിരുന്നെങ്കിലും സിനിമ കാണാൻ വീട്ടിൽ നിന്ന് അനുവാദമില്ലായിരുന്നു. പിതാവ് മദ്യപാനിയും പുകവലിക്കാരനും ഒക്കെ ആയിരുന്നു. പള്ളിയിൽ പോയിട്ടേയില്ല, എന്നെ മാമോദിസ മുക്കിയിട്ടേയില്ല. അതിനുവേണ്ടി പോലും പള്ളിയിൽ പോകാത്ത ഒരു മർത്തോമക്കാരൻ അപ്പനായിരുന്നു എൻ്റേതെങ്കിലും സിനിമ കാണാൻ വിടത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന സിനിമ എന്ന് പറയുന്നത് ഇതുപോലെ പള്ളിക്കാരോ വല്ല സുവിശേഷ സംഘങ്ങൾ എവിടെയെങ്കിലും ഒക്കെ നടത്തുന്ന ഫിലിം ഷോകളാണ്. അവിടെ പോയിരുന്ന് കാണും. അങ്ങനെ കുഞ്ഞെ പല സമയത്തും ജീസസ് ഫിലിം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, നീ ദൈവപുത്രനുണ്ടെങ്കിൽ ഇറങ്ങി വാ. എൻ്റെ ആ കുഞ്ഞു മനസ്സിനകത്ത് ഭയങ്കര അരിശം തോന്നിയിട്ടുണ്ട്. യേശുവിനോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഇറങ്ങി വരണ്ടായിരുന്നോ? എന്താ യേശു ഇറങ്ങി വരാത്തത്? അന്നിതൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ യേശു ക്രൂശിൽ മരിക്കാതിരിക്കാനുള്ള സകല കാര്യങ്ങളും സാത്താൻ ഒരുക്കി. പക്ഷേ ദൈവത്തിൻ്റെ അനാദി നിർണയമായിരുന്നു യേശു ക്രൂശിൽ മരിക്കണമെന്നുള്ളത്. ആ മരണത്താൽ ദൈവത്തിന് മഹത്വമുണ്ടായി. സ്തോത്രം. എങ്ങനെ? ഒന്നാമത് ദൈവത്തിന് മഹത്വമുണ്ടായത് ദൈവത്തിൻ്റെ അനാദി നിർണയം നിവർത്തിക്കപ്പെട്ടു എന്നതിലാണ്. സ്തോത്രം. God's glory was revealed when Jesus died on the cross, because it was established that God's eternal purpose was carried out. സ്തോത്രം. ഇന്നും നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പുതിയ ഗവൺമെന്റ് വന്നു. പുതിയ ഗവൺമെന്റ് ഇലക്ഷൻ പ്രചരണത്തിന്റെ സമയത്ത് തന്നെ അവരുടെ കുറെ വാഗ്ദത്തങ്ങൾ ജനത്തിന് കൊടുത്തിരുന്നു. ആ വാഗ്ദത്തങ്ങൾ
അവർ ഭരണം ഏറ്റെടുത്ത മണിക്കൂറുകൾക്കകം മുതൽ നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ ഭാഗത്തു നിന്നും ഗവൺമെന്റിനെ പ്രകീർത്തിക്കുന്നവർ വാക്കു പാലിച്ചു, പറഞ്ഞത് ചെയ്യാൻ ആർജവം കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും പ്രശംസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവർ ചെയ്യുന്നത് വേണമെങ്കിൽ അടുത്ത ഗവൺമെന്റ് കയറിയിട്ട് റദ്ദാക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം അനാദിയിൽ തീരുമാനിച്ചുറപ്പിച്ചത് സകല മാനുഷികവും പ്രകൃതിപരവും സാത്താന്യവുമായ എതിർപ്പുകളെ വകവയ്ക്കാതെ അവയെ ഒക്കെ നിരാകരിച്ചുകൊണ്ട് തൻ്റെ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിച്ചു എന്നുള്ളത് നമ്മുടെ ദൈവത്തിന് മഹത്വകരമായ വസ്തുതയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ നമ്മുടെ ദൈവത്തെ പുകഴ്ത്തുന്നത്. തൻ്റെ ആലോചനകൾ ഒരിക്കലും വ്യർത്ഥമാകുന്നില്ല. ജാതികളുടെ ആലോചനകളെ നമ്മുടെ ദൈവം വ്യർത്ഥമാക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ ആലോചനകളോ എന്നേക്കുമുള്ളത്. ദൈവത്തിൻ്റെ അനാദി നിർണയത്തിലെ പ്രധാന നാഴികക്കല്ലായിരുന്നു യേശുക്രിസ്തുവിൻ്റെ കന്യകാജനനവും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും. അതിനെ രണ്ടിനെയും സാത്താന്യ ശക്തികൾ നഖശിഖാന്തം എതിർത്തെങ്കിലും ദൈവം തൻ്റെ പദ്ധതി നിവർത്തിച്ചു. ദൈവം തൻ്റെ പദ്ധതിയെ നിവർത്തിച്ചത് എന്താണ്? ദൈവത്തിന് മഹത്വമാണ്. അങ്ങനെ തൻ്റെ അനാദി നിർണയപ്രകാരം സ്തോത്രം പദ്ധതിയിട്ടതിനെ നിവർത്തിച്ചതിനാൽ അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് കാരണമായി എന്ന കാരണത്താൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്തായിരുന്നു? യുക്തമായിരുന്നു. ബാക്കി ഭാഗങ്ങളുണ്ട്. അത് കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ദിവസങ്ങളിലാകാം. ഇന്ന് നാം കേട്ട തിരുവചനങ്ങൾ നമുക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്തോത്രം. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.